പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് മത്തായി സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ദൈവിക ചിന്ത. ഐ വിൽ ഗീവ് യു ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ, and whatever you bind on earth will be bound in heaven, and whatever you loose on earth will be loosed in heaven. ഈശോ പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. സ്വർഗരാജ്യത്തിന് താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ വചനഭാഗം മത്തായി സുവിശേഷം 16-ാം അധ്യായം. പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ച ശേഷം കെസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുക, അതിനുശേഷം വരുന്ന ഭാഗമാണ് ഈ വചനഭാഗം. മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 33 വരെ വചനങ്ങളിലും, ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 21 മുതൽ 22 വരെ വചനങ്ങളിലും നമുക്ക് കാണാം. ഇപ്പോൾ കെസറിയ ഫിലിപ്പിയിൽ ആയിരിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യർ പറഞ്ഞു, സ്നാപക യോഹന്നാനാണ് എന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ നീ ഏലിയായാണെന്ന് പറയുന്നു, വേറെ ചിലർ ജെറമിയാണെന്നും അതല്ല പ്രവാചകന്മാരിൽ ഒരുവനാണെന്നും പറയുന്നു. അപ്പോൾ ഈശോ വീണ്ടും എടുത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ബട്ട് ഹൂ ഡു യു സേ ദാറ്റ് ഐ ആം? അപ്പോൾ സൈമൺ പീറ്റർ പറയുകയാണ്, യു ആർ ദ മെസ്സായ, ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈശോ തുടർന്നുള്ള വചനങ്ങളിൽ പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ, എന്തെന്നാൽ മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ശേഷം പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ചു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ മനുഷ്യരെ രക്ഷിക്കാൻ വന്ന ക്രിസ്തുവാണ്. ആ വിശ്വാസം, ആ പ്രധാനപ്പെട്ട പോയിന്റാണ് വിശ്വാസം. വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ ഈശോ ആ വെളിപ്പെടുത്തൽ പത്രോസിന് ലഭിക്കുന്ന സ്വർഗത്തിലുള്ള പിതാവ് കൊടുക്കുന്നതാണെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നെ അതിന് ശേഷമാണ് പറയുന്നത്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ തരും. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. പത്രോസ് വിശ്വാസം ഏറ്റു പറഞ്ഞ ഉടനെ ഈശോ പറയുകയാണ്, നീ പത്രോസാണ്. ശിമിയോനോടാ പറയും, നീ പത്രോസാണ്, ഞാൻ ഈ പാറമേൽ എൻ്റെ സഭ പണിയും. വിശ്വാസം ഏറ്റു പറയുമ്പോൾ ക്രിസ്തു ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ അവൻ്റെ ശരീരമാകുന്ന സഭ പണിയുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ പത്രോസിന് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും സ്വർഗത്തിൽ വസിക്കുന്നത് പരമപരിശുദ്ധനായ ദൈവമാണ്. സ്വർഗത്തിൽ വാഴുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമോ നമുക്ക് സമീപിക്കാവുന്നതിനപ്പുറമോ പരിശുദ്ധി ഉള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ആ ദൈവം വസിക്കുന്ന സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസിന് കൊടുക്കുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പം നമ്മളാരെങ്കിലും നമ്മുടെ സ്വന്തം ഭവനത്തിൻ്റെ താക്കോല് അന്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ?
കൊടുക്കത്തില്ല. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, അങ്ങനെ നമുക്കായിട്ട് ഏറ്റവും അടുത്ത നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് നമ്മൾ താക്കോല് കൈമാറും. പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക്, പുറമേ നിന്നുള്ള ഒരാൾക്ക് നമ്മൾ വസിക്കുന്ന ഭവനത്തിൻ്റെ താക്കോല് കൈമാറുകയില്ല. അപ്പം പത്രോസിനോട് ഈശോ പറയുകയാണ്, പരമപരിശുദ്ധനായ ദൈവം വസിക്കുന്ന സ്വർഗത്തിൻ്റെ താക്കോല് നിനക്ക് ഞാൻ തരും. അപ്പം അതിൻ്റെ ഒരർത്ഥം, ദൈവം മനുഷ്യനെ സ്വന്തം ഭവനത്തിൽ, സ്വർഗത്തിൽ മഹിമപ്രതാപത്തോടുകൂടി തന്നെ ഇരുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തെ 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു. അപ്പം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാൻ തിരുമനസ്സായ ദൈവം അവൻ്റെ ജീവിതാവസാനത്തിൽ അവന് വെച്ചിരിക്കുന്നത് മഹിമപ്രതാപവാനായ ദൈവം തന്നെ വാഴുന്ന സ്വർഗത്തിലെ ഒരു ഇടമാണ്. ഇനി നമുക്ക് ഈ വിശ്വാസം വഴി പത്രോസിന് വിശ്വാസ പ്രഖ്യാപനം വഴി പത്രോസിന് ഈ താക്കോല് കിട്ടുകയാണ്. അപ്പം നമുക്ക് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ, അത് എന്താണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ? നമ്മളതേപ്പറ്റി ആത്മീയമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പം പത്രോസിനെ നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് ബലഹീനനായ ഒരു മനുഷ്യനാണ്. ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യരിൽ പ്രമുഖനാണെങ്കിലും അതിൽ ശ്രേഷ്ഠസ്ഥാനം കൊടുത്ത വ്യക്തിയാണെങ്കിലും പത്രോസ് ബലഹീനനാണ്. പത്രോസിൻ്റെ ബലഹീനത പല സ്ഥലങ്ങളിൽ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. ഒന്ന്, ഈ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൊട്ട് താഴെയുള്ള ഭാഗമാണത്, ഞാനിപ്പം വായിച്ചതിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഈശോ തൻ്റെ പീഡാസഹനത്തെപ്പറ്റി മുൻകൂട്ടി പറയുന്ന ഒരു ഭാഗമാണ്. ജെറുസലേമിലേക്ക് പോകും, അവിടെ ജനപ്രമാണികളാലും നിയമജ്ഞരാലും പ്രധാന പുരോഹിതന്മാരും പിടിക്കപ്പെടും, വിജാതിയർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് അവരെ ഈശോയെ കൊല്ലും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, മാറ്റി നിർത്തിയിട്ട് പറഞ്ഞതാണ് പറയുന്നത്, ഗോഡ് ഫോർബിഡ് ഇറ്റ് ലോർഡ്, ദിസ് മസ്റ്റ് നെവർ ഹാപ്പൻ ടു യു. കർത്താവെ, ദൈവം ഇത് ഒരിക്കലും അനുവദിക്കാതിരിക്കട്ടെ, ഇത് നിനക്ക് സംഭവിക്കരുത്. അപ്പോൾ ഈശോ പത്രോസിനോട് പറയുകയാണ്, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ. സാത്താനെ, നീ എൻ്റെ പുറകോട്ട് മാറ്, നീ എനിക്ക് തടസ്സമാണ്. അപ്പം പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ച്, പത്രോസിനെ അത്രയും പാറ പോലെ കണ്ട് ആ പാറമേൽ സഭ സ്ഥാപിക്കും എന്ന് പറഞ്ഞ് പത്രോസിനെ ഉയർത്തിയ കർത്താവ് തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അവനെ സാത്താൻ എന്ന് വിളിക്കുകയാണ്. പത്രോസിനെ അല്ല സാത്താൻ വിളിക്കുന്നത്, പത്രോസിൻ്റെ ചിന്തയാണ്. ഈശോ പറയാണ്, നീ എനിക്കൊരു തടസ്സമാണ്, നിന്റെ മനസ്സ് അത് മാനുഷികമാണ്, നിന്റെ ചിന്ത മാനുഷികമാണ്, അത് ദൈവികമല്ല. യു ആർ സെറ്റിംഗ് യുവർ മൈൻഡ് നോട്ട് ഓൺ ഡിവൈൻ തിങ്സ് ബട്ട് ഓൺ ഹ്യൂമൻ തിങ്സ്. അപ്പം അത് പറഞ്ഞാണ് ഈശോ പത്രോസിനെ ശാസിക്കുന്നത്. പിന്നീട് പത്രോസ്, ഈശോ പീഡാസഹനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ കുരിശുമരണത്തിന് വിധിച്ച് പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കറിയാം 3 തവണ തള്ളിപ്പറഞ്ഞു. ആദ്യം പറഞ്ഞു, നീ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നാണോ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇല്ല, അവൻ്റെ കൂടെ ഇല്ല. രണ്ടാമത് ചോദിക്കുകയാണ്, നീ ആ മനുഷ്യൻ തന്നെയല്ലേ? അപ്പോൾ പറയും, അവൻ്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുകയാണ്, ഞാൻ ആ മനുഷ്യനല്ല. മൂന്നാമത് പറയുന്ന അതിലും ബഹുകേമമാണ്, നീയും അവൻ്റെ ശിഷ്യനായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നത് എന്താണെന്ന് പോലും നിനക്ക് മനസ്സിലാകുന്നില്ലേ? നീ എന്ത് വിഡ്ഢിത്തരമാണ് വിളമ്പുന്നതെന്നാണ് പത്രോസ് ആ മനുഷ്യനോട് ചോദിക്കുന്നത്.
അത്രമാത്രം തള്ളിക്കളയലിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു പത്രോസ്. അപ്പോൾ നമ്മൾ പത്രോസ് ബലഹീനനാകുന്ന രണ്ടാം ഭാഗം ആ സമയത്താണ് നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് ഈശോ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പോലും പത്രോസ് മീൻ പിടിക്കാൻ വള്ളവുമായിട്ട് പോകുന്നൊരു ഭാഗം. അപ്പോൾ മറ്റ് ശിഷ്യർ, കൂടെയുള്ള കുറച്ച് ശിഷ്യർ ചോദിക്കും, ഞങ്ങളും കൂടെ വരിക. സുവിശേഷത്തിന് വേണ്ടി കർത്താവ് ബലപ്പെടുത്തിയ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുക്കിയ ഈ ശിഷ്യർ പത്രോസിന് മുൻകൈ എടുത്ത് മറ്റ് കാര്യങ്ങളിലേക്ക്, ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നൊരു പത്രോസ്. വീണ്ടും നമ്മൾ കാണുന്നത് പൗലോസിൻ്റെ ലേഖനത്തിലാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസ് പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പത്രോസ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആ പത്രോസിനെ പൗലോസ്ലിഹ മുഖത്ത് നോക്കി എതിർക്കുന്ന ഒരു ഭാഗം, അത് ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 11 തിരുവചനങ്ങൾ നമ്മൾ കാണും. പത്രോസ് അന്ത്യോക്യയിലേക്ക് വന്നപ്പോൾ ഞാൻ അവനെ മുഖത്ത് നോക്കി എതിർത്തു. എന്തുകൊണ്ടെന്നാൽ യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചില ശിഷ്യന്മാർ വരുന്നത് വരെ അവൻ വിജാതിയരോട് ഭക്ഷണം കഴിക്കുന്നതിന് മടി കാണിച്ചില്ല. നമുക്കറിയാം, കൊർന്നേലീസ് എന്ന ആ സൈന്യാധിപന് ഒരു ദർശനമുണ്ടായപ്പോൾ പത്രോസ് അവിടെ വന്ന് പ്രസംഗിക്കുകയും കുറേയധികം വിജാതിയർ സുവിശേഷം സ്വീകരിക്കുകയും ചെയ്തതാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു. അപ്പം വിജാതിയർ അന്യരല്ല, അവർ കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളാണ് വിശ്വാസം വഴി എന്നുള്ള ബോധ്യം ലഭിച്ച പത്രോസ് പോലും ഈ യാക്കോബിൻ്റെ ചില ശിഷ്യന്മാരവിടെ വന്നപ്പോൾ പെട്ടെന്ന് പിൻവലിഞ്ഞ് പരിച്ഛേദിതരെ ഭയന്നെന്ന് എഴുതിയിരിക്കുന്നു. പരിച്ഛേദിതരെ ഭയന്ന് പെട്ടെന്ന് പിൻവലിയുന്നു. പെട്ടെന്ന് പിൻവലിഞ്ഞ് കപടമായിട്ട് പെരുമാറി. അപ്പം പൗലോസ് മുഖത്ത് നോക്കി പറയാണ്, നീ ഒരു യഹൂദനായ നീ ഒരു വിജാതീയനെ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ, ഇഫ് യു ദോ എ ജൂ live like a Gentile and not like a Jew, how can you compel the Gentiles to live like the Jew? ഒരു യഹൂദനായ നീ യഹൂദനെ പോലെ അല്ലാതെ വിജാതീയനെ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ, വിജാതീയരെ നിങ്ങൾ യഹൂദരെ പോലെ ജീവിക്കണമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും? അപ്പോൾ പത്രോസ് വീണ്ടും ബലഹീനനായി പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ബലഹീനതകൾ നിറഞ്ഞ പത്രോസ്, അല്ലെങ്കിൽ ഇങ്ങനെ ബലഹീനതകൾ നിറഞ്ഞ മനുഷ്യർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമ്പോഴും ബലഹീനതകൾ ചിലത് നിലനിൽക്കുക. അങ്ങനെയുള്ള ഒരാളെയാണ് ഈശോ പറയുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കും. സ്വന്തം ഭവനത്തിൻ്റെ താക്കോൽ പത്രോസിന് കൊടുക്കും. അപ്പോൾ നമുക്കതിന് 2 അർത്ഥതലങ്ങൾ കാണാം. ഒന്ന്, പത്രോസിൻ്റെ ആകുന്ന പാറമേൽ സഭയെ സ്ഥാപിച്ച് സഭയെ പണിതുയർത്തുമ്പോൾ ആ അപ്പസ്തോലിക പാരമ്പര്യത്തിലുള്ള സഭയിലേക്ക് വിശ്വാസം വഴി ഒരു മനുഷ്യൻ, യഹൂദനാകട്ടെ, ഗ്രീക്കുകാരനാകട്ടെ, വിജാതീയനാകട്ടെ, ലോകത്തിലുള്ള ഏത് മനുഷ്യനുമാകട്ടെ, അവൻ വിശ്വാസം വഴി മാമോദിസായിലൂടെ സഭയിലെ അംഗമാകുമ്പോൾ പത്രോസിന് കർത്താവ് ഏൽപ്പിച്ച അധികാരത്തിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ നമ്മൾ സഭയിലെ അംഗങ്ങളായിക്കൊണ്ട്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ. നമ്മൾ പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ മുഴുവൻ നമ്മളത് കാണും. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, സകലതിലും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണെന്ന്. ആ പൂർണ്ണതയിലേക്ക് അതിൻ്റെ ശിരസായിട്ട് ക്രിസ്തുവിനെ നിയമിച്ചിരിക്കുന്നു. അപ്പം ആ പൂർണ്ണതയിലേക്കാണ് മാമോദിസ വഴി നമ്മൾ കടന്നു വരുന്നത്. അപ്പം പത്രോസാകുന്ന പാറമേൽ സ്ഥാപിച്ച സഭയിൽ വിശ്വാസം വഴി, അതായത് മാമോദിസായിൽ വിശ്വാസം ഏറ്റു പറഞ്ഞ് നമ്മൾ അംഗങ്ങളാകുമ്പോൾ അതുവഴി സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ തുറന്ന് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്.
എന്നാൽ നമ്മൾ ചിന്തിക്കണം, പത്രോസ് താക്കോല് വെച്ച് തുറന്നാലും, പത്രോസിന്റെ കയ്യിൽ താക്കോലുണ്ടെങ്കിലും, ഒരു മനുഷ്യൻ വിശ്വാസത്തിൽ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ താക്കോല് കൊണ്ട് നമുക്ക് ഗുണമില്ല. പത്രോസ് താക്കോലുമായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ പ്രവേശിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ക്രിസ്തുവിനെ ഏറ്റുപറയണം. അപ്പോൾ ആദ്യത്തെ ഒരു അർത്ഥതലം എന്ന് പറയുന്നത്, പത്രോസാകുന്ന പാറമേൽ സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ, സഭ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ്, അതിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. ആ സഭയിലെ അംഗങ്ങളാകുമ്പോൾ സ്വർഗരാജ്യം അതുവഴി കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് സഭയിൽ നമുക്ക് ലഭിക്കുന്ന മാമോദിസ തൊഴിൽ തുടങ്ങുന്ന കൂദാശകളിലൂടെ നമുക്ക് മാമോദീസ, സ്ഥൈര്യലേപനം, കുംഭസാരം, കുർബാന, വിവിധ കൂദാശകളിലൂടെ, വിവാഹത്തിലൂടെയും അതുപോലെ പൗരോഹിത്യം, തിരഞ്ഞെടുക്കപ്പെട്ടവർ, അങ്ങനെ ശുശ്രൂഷകളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. മറ്റൊരു അർത്ഥതലം, അതാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത്. അതായത് സ്വർഗരാജ്യത്തിന് താക്കോല് മനുഷ്യന് കൊടുക്കാൻ ദൈവം തയ്യാറാണ്. ദൈവം വസിക്കുന്ന ഭവനത്തിൻ്റെ താക്കോൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ താക്കോല്? ചുമ്മാ അങ്ങ് കയറ്റിവിടാൻ പറ്റൂ? പരമപരിശുദ്ധനായ ദൈവം വാഴുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഒരു മനുഷ്യന് താക്കോലും കൊടുത്ത് കയറിപ്പോകാവുന്ന ഒരു സംവിധാനമാണോ സ്വർഗം? നമുക്കറിയാം, അതൊരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. പരമപരിശുദ്ധിയുള്ള ദൈവം വാഴുന്ന സ്വർഗത്തിലേക്ക് അതിൻ്റെ താക്കോലും മനുഷ്യന് കൊടുത്ത് നീ ഇങ്ങോട്ട് കയറിപ്പോരെ. അപ്പോൾ ഈ താക്കോൽ എന്താണ്? അതിൻ്റെ ഒരു മറ്റൊരു തലത്തിലുള്ള ആത്മീയ അർത്ഥം. ആദ്യത്തെ അർത്ഥം, സഭ വഴി, സഭയിൽ അംഗമാകുന്ന വഴി പത്രോസിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയിൽ നിന്നുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ വിശ്വാസത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് കയറുന്നത്. അതിൻ്റെ തുടക്കം വിശ്വാസമാണ്. മാമോദിസയിലാണ് നമ്മളത് പ്രഖ്യാപിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറയും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നമുക്കറിയാം. ഒരു വീടിന് നമ്മൾ താക്കോല് വരുമ്പോൾ അതിലൊരു സെറ്റ് താക്കോലാണ്. ഒരു താക്കോല് തന്നെയല്ല, ഫ്രണ്ട് ഡോറിൻ്റെ താക്കോല്, ബാക്ക് ഡോറിൻ്റെ ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ അതിന് വരുന്ന മറ്റ് ചില ഡോറുകളുടെയൊക്കെ താക്കോലുകൾ, അങ്ങനെ നമ്മൾ ഓരോ മുറിയിലേക്കും കിടക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് താക്കോലാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഏതൊക്കെയാണ്? ഒരു ചിന്തയിലത് വിശ്വാസം, അതുവഴി നമുക്ക് ലഭിക്കുന്ന കൃപ, സൗജന്യമായിട്ട് ലഭിക്കുന്ന കൃപ. അതുകൊണ്ടാണ് എഫേസോസ് ലേഖനത്തിൽ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, എഫേസോസ് 2:8. അപ്പോൾ 1 വിശ്വാസം, 2 കൃപ. ഈ വിശ്വാസത്തിലേക്കും കൃപയിലേക്കും നാം വന്നു കഴിയുമ്പോൾ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. കാരണം ലോകത്തിലാണ് ജീവിക്കുന്നത്, ലോകം മുഴുവൻ തന്നെ തിന്മയുടെ പിടിയിലാണെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അന്ധകാരത്തിൻ്റെ ഒരു ആധിപത്യം ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്തെങ്കിലും അനേകർ ആ വിശ്വാസത്തിലേക്ക് വരാത്ത മൂലം അന്ധകാരത്തിൻ്റെ ആധിപത്യം ഈ ലോകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് സഹനം ഉണ്ടാകും. അപ്പം വിശ്വാസം, കൃപ, സഹനം, വിശ്വാസവും കൃപയും വഴി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പിന്നെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, ഈ 4 കാര്യങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സെറ്റുകളിലുണ്ട്. വിശ്വാസം, കൃപ, പരിശുദ്ധാത്മാഭിഷേകം, സഹനങ്ങൾ.
അവസാനത്തെ 2 താക്കോലുകൾ നമുക്ക് ഈ വിശ്വാസവും കൃപയും പരിശുദ്ധാത്മ അഭിഷേകവും നമ്മുടെ സഹന ജീവിതവും നമ്മുടെ എൻഡ്യൂറൻസ് അതുവഴി ലഭിക്കുന്ന നീതീകരണവും മഹത്വീകരണവുമാണ്. അപ്പം 6 താക്കോലായി: വിശ്വാസം, കൃപ, പരിശുദ്ധാത്മാഭിഷേകം, സഹനങ്ങൾ, നീതീകരണം, മഹത്വീകരണം. മഹത്വീകരണത്തോടുകൂടി നാം ദൈവമഹത്വത്തിൽ പങ്കുചേരുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ നമ്മളത് കാണും. 5-ാം അധ്യായത്തിൽ ഈ നീതീകരണത്തിൻ്റെ ഫലങ്ങളും എല്ലാം നമ്മൾ തുടക്കത്തിൽ 5-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഗ്രഹിക്കാം. ഇനി ഇത് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഈ മത്തായി സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ ഈശോ 21 മുതലുള്ള വചനങ്ങൾ, പത്രോസ് വിശ്വാസം പ്രഖ്യാപിച്ചു. പത്രോസിനോട് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യത്തിന് താക്കോലുകൾ തരും. അതിനുശേഷം 21 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, ഫ്രം ദാറ്റ് ടൈം ഓൺ ജീസസ് ബിഗാൻ ടു ഷോ ഹിസ് ഡിസൈപ്പിൾസ് ദാറ്റ് ഹി മസ്റ്റ് ഗോ ടു ജെറുസലേം ആൻഡ് അണ്ടർഗോ ഗ്രേറ്റ് സഫറിംഗ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് എൽഡേഴ്സ്, ചീഫ് പ്രീസ്റ്റ് ആൻഡ് സ്ക്രൈബ്സ്, ബി കിൽഡ് ആൻഡ് ഓൺ ദ തേർഡ് ഡേ ബി റൈസ്ഡ്. അതായത് അപ്പോൾ മുതൽ, ഫ്രം ദാറ്റ് ടൈം ഓൺ, ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുകയാണ്, ഞാനിങ്ങനെ ജെറുസലേമിലേക്ക് പോകും, പീഡകളേറ്റ് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. മറ്റ് മർക്കോസിൻ്റെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷത്തിലും നമുക്ക് സമാനമായ ഭാഗങ്ങൾ കാണാൻ പറ്റും. കുറച്ചുകൂടെ ഷോർട്ടാണെന്നുള്ളൂ, ലഘുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സമാനമായിട്ട് ഭാഗങ്ങൾ പിന്നീട് വരുന്നത്, മത്തായി സുവിശേഷത്തിൽ പിന്നീട് വരുന്നത് കുരിശെടുത്ത് സ്വയം പരിത്യജിച്ച് അനുഗമിക്കാനുള്ള ഭാഗം. അത് വിശദമായിട്ട് മത്തായി സുവിശേഷത്തിലുള്ള തൊട്ട് താഴെ വരുന്ന 24 വചനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സഹനത്തിലൂടെ കടന്നു പോകണം. അപ്പം വിശ്വാസം പത്രോസ് പ്രഖ്യാപിച്ചു. വിശ്വാസം പത്രോസ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഈശോ സ്വർഗരാജ്യത്തിന് താക്കോൽ കൊടുക്കാമെന്ന് പറയുന്നത്. വിശ്വാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, ദ ഗേറ്റ്സ് ഓഫ് ഹെയ്ഡീസ് വിൽ നോട്ട് പ്രിവെയിൽ അഗെയിൻസ്റ്റ് ഇറ്റ്. നീയാകുന്ന പാറമേൽ സ്ഥാപിക്കുന്ന സഭയുടെ മേൽ നരകത്തിൻ്റെ കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. അപ്പം വിശ്വാസത്തിൽ വളർന്ന ഒരു സമൂഹത്തെ അതിനെതിരെ നരകവാടം പ്രബലപ്പെടുകയില്ല. നമ്മളങ്ങനെ വചനാടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ എങ്ങനെ ഇത് മനസ്സിലാക്കാം? 1 പത്രോസ് 5-ാം അധ്യായം 8 മുതൽ 9 വരെ വാക്യങ്ങൾ, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളുടെ ചുറ്റും നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ പ്രതിരോധിക്കണം. റെസിസ്റ്റ് ഹിം ഇൻ സ്റ്റെഡ്ഫാസ്റ്റ് ഫെയ്ത്ത്, അങ്ങനെ പറയുന്നത്. അതായത് സാത്താൻ ചുറ്റും നടക്കുന്നു, എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രതിരോധിക്കണം. അതായത് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രതിരോധിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനെതിരെ നരക കവാടങ്ങൾ സാത്താൻ ചുറ്റും നടന്നാലും പ്രബലപ്പെടുകയില്ല, പ്രവേശിക്കാൻ പറ്റത്തില്ല. രണ്ടാമതിനെ ബലപ്പെടുന്ന മറ്റൊരു വചനം എഫേസൂസ് ലേഖനം 6-ാം അധ്യായം 16-ാം വചനം, സാത്താൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. മറ്റു കുറേ ആത്മീയ ആയുധങ്ങളെപ്പറ്റി പറഞ്ഞിട്ടാണ് അവസാനം പറയുന്നത്, ടേക്കിംഗ് ഓൾ ദീസ് വെപ്പൺസ്. ഈ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം? ടേക്ക് ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കണം. so that you may be able to quench the flaming arrows of Satan. അപ്പം സാത്താൻ്റെ കൂരമ്പുകളെ തടുക്കുന്നതിന് നമ്മളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച നമ്മൾ എടുക്കണം. അപ്പോൾ അതാണ് വിശ്വാസത്തിൽ വളർന്ന ഒരുവൻ അവനെതിരെ നരകവാടം പ്രബലപ്പെടത്തില്ല.
രണ്ടാമത് നമ്മൾ വരുന്നത് കൃപയിലേക്കാണ്. രണ്ടാമത്തെ താക്കോല് കൃപയാണ്. അപ്പം കൃപയിൽ എഫെസോസ് ലേഖനം 2:5-6 വചനങ്ങൾ, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടി സ്വർഗീയയിടങ്ങളിൽ നമ്മെ ഇരുത്തി. എൻ്റെ അർത്ഥം, വിശ്വാസം വഴി നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്ന കൃപ, ആ കൃപ നമുക്ക് ലഭിച്ചു കഴിയുമ്പം ക്രിസ്തുവിനോടുകൂടി സ്വർഗീയ ഇടങ്ങളിൽ നമ്മെ ഇരുത്തി. സ്വർഗീയ ഇടങ്ങളിൽ നമ്മെ ഇരുത്തണമെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ താക്കോല് തരണം, അല്ലാതെ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പം രണ്ടാമത്തെ താക്കോല് കൃപയാണ്. ആ കൃപയാൽ, ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ്, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ആൻഡ് സീറ്റഡ് ഹിം ഇൻ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിന് സീറ്റഡ് വിത്ത് ഹിം ഇൻ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവിനോടുകൂടി സ്വർഗീയ ഇടങ്ങളിൽ നമ്മെ ഇരുത്തി. അപ്പം നമുക്ക് കൃപയിൽ വളർന്നപ്പോൾ സ്വർഗത്തിൻ്റെ മറ്റൊരു താക്കോല് നമുക്ക് ലഭിച്ചു. അതിനോട് ഇരിക്കാൻ പറ്റുകയാണ്, ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ പറ്റുക. അപ്പം ക്രിസ്തു ഇരിക്കുന്ന സ്ഥലം സ്വർഗമാണ്. പിന്നെ മറ്റൊരു വചനം എഫെസോസ് 2:8 ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്, ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. കൃപയാൽ, വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ സൗജന്യദാനം. അപ്പോൾ രണ്ടാമത്തെ താക്കോല് കൃപയാണ്. കൃപയിലേക്ക് പ്രവേശിച്ചാൽ ക്രിസ്തുവിനോടുകൂടി സ്വർഗരാജ്യത്തിൽ, സ്വർഗീയ ഇടങ്ങളിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ താക്കോല് നമ്മുടെ സഹനങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഹനം രണ്ടാമത്തെ താക്കോല്, മൂന്നാമത് കൃപയാണ്. നമ്മളത് ഓർഡറിലെടുക്കുമ്പം വിശ്വാസം, കൃപ, സഹനം. അപ്പോൾ സഹനത്തിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. ദൈവം സഹനം അനുവദിക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുകയാണ് നീതീകരണത്തിൻ്റെ ഫലങ്ങൾ. നമ്മൾ ദൈവമോഹത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ അഭിമാനിക്കുന്നു. അങ്ങനെയാണ് ആ ഭാഗം നമ്മൾ തുടങ്ങുന്നത്. തുടർന്ന് ആ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, ആ പ്രതീക്ഷ മാത്രമല്ല, നമ്മുടെ കഷ്ടതയിലും നാം അഭിമാനിക്കുന്നു. കഷ്ടത സഹനശീലവും, സഹനശീലവും പ്രത്യാശയും നൽകുന്നു, ആത്മധൈര്യവും നൽകുന്നു. ആത്മധൈര്യം നമുക്ക് പ്രത്യാശ നൽകുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പം ഈ അനുഭവങ്ങളിലൂടെ കഷ്ടതയിലും സഹനത്തിലെല്ലാം കർത്താവ് കടത്തിവിടും. അപ്പം വിശ്വാസം, കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പരിശുദ്ധാത്മാവ് നമുക്ക് മാമോദിസയിൽ ലഭിക്കും. സ്ഥൈര്യലേപനത്തിൽ അത് ഉറപ്പിക്കപ്പെടും. പിന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും ആ അഭിഷേകം നമ്മളിൽ ജ്വലിക്കാൻ തുടങ്ങും. ഈ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ നിഹനിച്ചുകൊണ്ട് ആത്മാവിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പം പരിശുദ്ധാത്മാവ് മറ്റൊരു താക്കോലാണ്. ആ ഓർഡറിൽ വരുമ്പം വിശ്വാസം, കൃപ, പരിശുദ്ധാത്മാവ്. പിന്നീട് നാലാമത്തെ സഹനം വരുന്നത്. കാരണം വിശ്വാസത്തോടും കൃപയോടുമൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞുള്ള ഹെഡിങ്ങിൽ റോമാലേഖനം 8 നമ്മൾ മനസ്സിരുതി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ശാരീരിക പ്രവണതകളെയും നമ്മുടെ പഴയ മനുഷ്യനെയും ഒക്കെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ ഉള്ള ജീവിതം, ശരീരത്തിൻ്റെ പ്രവണതകൾ പൂർണ്ണമായിട്ടും
നമ്മൾ നശിപ്പിച്ച് ബൈ സ്പിരിറ്റ് വി ഷുഡ് കിൽ ദ ടെൻഡൻസീസ് ഡീഡ്സ് ഓഫ് അവർ ബോഡി ഫ്ലഷ്. അപ്പം ആത്മാവിനാൽ ശരീര പ്രവണതകളെ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന. അപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ ഈ നിഹനം, ഈ ശരീര പ്രവണതകളെ നിഹനിക്കുമ്പം അതിനോടനുബന്ധിച്ച് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങളെല്ലാം നിഹനിക്കുമ്പോൾ എന്തുണ്ടാകും? നമുക്ക് വരുന്ന പ്രതികൂലങ്ങൾ അതെല്ലാം നമ്മൾ നിസ്സംഗതയോടെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് സഹനം ഉണ്ടാകും. അപ്പം 4-ാമത്തെ താക്കോല് സഹനമാണ്. ആ സഹനത്തിൻ്റെ വാതിലിലേക്ക് കടക്കാൻ നമ്മെ സഹായിക്കുന്നത്, സഹനത്തിൻ്റെ മുറിയിലേക്ക് നമ്മെ കടക്കാൻ സഹായിക്കുന്നത് വിശ്വാസം, കൃപ കഴിഞ്ഞു വരുന്ന 3-ാമത്തെ താക്കോലായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് റോമാലേഖനം 8-ാം അധ്യായം വായിച്ചാൽ ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയും അത് നമ്മളെ എങ്ങനെ മാറ്റുന്നുവെന്നും നമുക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് കിട്ടും. റോമാലേഖനം 8-ാം അധ്യായം വായിച്ചാൽ പൗലോസിൻ്റെ മറ്റു ലേഖനങ്ങളുടെ അതിൻ്റെ ധ്വനികളുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം 4 താക്കോലുകൾ നമ്മൾ കണ്ടു: വിശ്വാസം, കൃപ, പരിശുദ്ധാത്മാഭിഷേകം, സഹനം. ഈ 4 താക്കോലുകളിൽ നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് നീതീകരണം ലഭിക്കുന്നു. റൈച്ചസ്നസ്, ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴിയാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. അത് നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു കഴിയുമ്പം യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിർപ്പിച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുകയും. റോമലേഖനം 10-ാം അധ്യായത്തിൽ ആ വചനം കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റുപറയുകയാണ് ഈ വിശ്വാസം വഴി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നീതീകരണവും, രക്ഷയും നീതീകരണവും അതോടൊപ്പം മഹത്വീകരണവും ലഭിക്കും. ആത്മാവിൻ്റെ ആദ്യഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. വിശ്വാസം മാമോദിസയിൽ മാമോദിസ സ്വീകരിക്കുമ്പോൾ മനസ്സിൻ്റെ നവീകരണം നമ്മൾ വിശ്വാസത്തിൽ വന്ന നിമിഷം മുതൽ നമ്മൾ മരിക്കുന്ന നിമിഷം വരെയുള്ള നീണ്ട ഒരു കാലയളവിൽ നമ്മൾ സാവകാശം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുകയും. റോമാലേഖനം 12-ലും ഒക്കെ നമ്മളത് കാണുന്നുണ്ട്. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം, ലോകത്തിന് അനുരൂപരാകരുത്. അപ്പം അങ്ങനെയുള്ള രൂപാന്തരീകരണം ആ മനസ്സിൻ്റെ അത് ഒരു സാവകാശമായ പ്രോസസ്സാണ്. ആത്മാവിൻ്റെ ആദ്യഫലം മാമോദിസയിൽ നമ്മൾ ലഭിക്കും. പരിശുദ്ധാത്മാവ് നിറയും. പക്ഷെ അത് ജ്വലിക്കണമെങ്കിൽ മനസ്സ് നവീകരിക്കപ്പെടണം, ശരീരത്തിൻ്റെ പ്രവണതകളെ തള്ളിക്കളയണം. ഇനി 3-ാമെന്നുള്ളത് ശരീരത്തിൻ്റെ മഹത്വീകരണത്തോടെ കംപ്ലീറ്റ് ആകുന്നത്. അത് നമുക്ക് ലഭിക്കുന്നത് അന്ത്യവിധിയിൽ നമ്മൾ വീണ്ടും ഉയർപ്പിക്കപ്പെടുമ്പോഴാണ്, ശരീരത്തിൻ്റെ പുനരുത്ഥാനം. റോമലേഖനത്തിൽ തന്നെ അതിൻ്റെ സൂചനകൾ നമ്മൾ വ്യക്തമായിട്ട് 8-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. 18 മുതലുള്ള ഭാഗങ്ങളിൽ ആ വചനമുണ്ട്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് നാം ആന്തരികമായി വിലപിക്കുന്നു. അപ്പം ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് ആകുമ്പം കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ. അപ്പം നമ്മൾ വിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ ഈശോ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം അങ്ങനെ പാറ പോലെ അടിയുറച്ചതാകുമ്പോൾ, വിശ്വാസം പാറ പോലെ അടിയുറയ്ക്കണം. ക്രിസ്തു നിങ്ങളിൽ വേരുപാകി അടിയുറയ്ക്കണം എന്നൊക്കെ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം വിശ്വാസം നമ്മളിൽ പാറ പോലെ അടിയുറച്ചതാകുമ്പോൾ ആ പാറമേൽ യേശു അനേകരെ കൂട്ടിച്ചേർക്കും. അതുകൊണ്ടാണ് ഈശോ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമല്ലോ, എൻ്റെ വചനം കേട്ടത് പാലിച്ച് ജീവിക്കുന്നവന് പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തുല്യം. അപ്പം വിശ്വാസമാകുന്ന പാറ, ഉറച്ച പാറ, ആ പാറമേൽ നമ്മുടെ ഭവനം, നമ്മുടെ സ്വർഗീയ ഭവനം നമ്മൾ പണിയണം. അപ്പം അടിസ്ഥാന താക്കോല്, ഏറ്റവും ആദ്യത്തെ ഡോറ്, അത് തുറന്നാലും നമുക്ക്
സ്വർഗത്തിൻ്റെ ഒരു മണവും അനുഭവവും ഒക്കെ കിട്ടുകയുള്ളൂ. പിന്നെ കുറച്ച് താക്കോല് കൃപയും പരിശുദ്ധാത്മ എല്ലാം ലഭിക്കണമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ താക്കോലുകൊണ്ട് തുറക്കണം. വിശ്വാസമില്ലാത്തവൻ ഇതൊന്നും കിട്ടത്തില്ല. ആ സ്വർഗായത്തിൻ്റെ പടിക്ക് പുറത്താണ് അവൻ. ആദ്യത്തെ എൻട്രൻസ് താക്കോല് വിശ്വാസമാണ്. അതുകൊണ്ടാണ് മാമോദീസ എൻട്രൻസ് സാക്രമെൻ്റ് ആണല്ലോ, പ്രവേശന കൂദാശ എന്നറിയപ്പെടുന്നത്. അപ്പം സ്വർഗത്തിലേക്കുള്ള പ്രവേശന കൂദാശയാണ് മാമോദീസ. അപ്പോൾ അവിടെ വിശ്വാസം നമുക്ക് വേണ്ടി തലതൊട്ടപ്പനും അമ്മയും ഏറ്റു പറയുമ്പോൾ, പിന്നെ വളർച്ച പ്രാപിക്കുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തിലേക്ക് ബോധപൂർവം വരുമ്പോൾ ഈ കൃപ അഭിഷേകവും പരിശുദ്ധാത്മ നിറവും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം പാറ പോലെ ആ വിശ്വാസം രൂപാന്തരപ്പെടണം. അതിനനുസരിച്ച് പരിശുദ്ധാത്മാഭിഷേകം കിട്ടും. അതായത് വിശ്വാസം നമ്മൾ സയൻസിലൊക്കെ പഠിക്കും, പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന്. അതായത് മർദ്ദം ഈ ടെമ്പറേച്ചറിന്, ഊഷ്മാവിന് നേരനുപാതത്തിലാണ്. അതുകൊണ്ടാണല്ലോ, അതായത് പ്രഷർ കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് ടെമ്പറേച്ചർ കൂടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രഷർ കുക്കറൊക്കെ പ്രവർത്തിക്കുന്നത്. ഹൈ പ്രഷർ വരുമ്പം അതിൻ്റെ ഉള്ളിൽ ഹൈ ടെമ്പറേച്ചർ, അപ്പം ആ ഭക്ഷണ സാധനം അതിനുള്ളിൽ പെട്ടെന്ന് കുക്കഡാകും. അതുപോലെയാണ് വിശ്വാസം വർദ്ധിക്കുമ്പോൾ, അതൊരു ദിവസം കൊണ്ടല്ല, പടിപടിയായിട്ട് ഇങ്ങ് വർദ്ധിക്കുമ്പോൾ, അത് ഈശോ കടുകുമണിയുടെ കാര്യമൊക്കെ, കടുകുമണിയോളം ഉള്ള വിശ്വാസം, അത് കടുകുമരത്തോളമായിട്ടുള്ള വിശ്വാസമായിട്ട് വളരുമ്പോൾ അനേകരതിൽ ചേക്കേറും. അപ്പം വിശ്വാസത്തിന് വളർച്ചയുണ്ട്. അങ്ങനെ വളരുന്ന ഒരു വിശ്വാസം, അപ്പം വിശ്വാസത്തിൽ വളരുമ്പോൾ അതിനനുസരിച്ച് നേരനുപാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൃപയും നിറയും. അപ്പം വിശ്വാസമാണ് അടിസ്ഥാനം, പ്രവേശന താക്കോല്. പിന്നെ വരുന്ന സഹനത്തെപ്പറ്റി പറയുമ്പോൾ, ഈശോ മാമോദിസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഉടനെ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ ആ സുവിശേഷങ്ങളിലൊക്കെ. 3 സുവിശേഷങ്ങളിലും അത് കാണുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ പ്രത്യേകമായിട്ടുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്ക. ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി ആനന്ദം കൊണ്ടെന്നറിയാം. പക്ഷേ സഹനത്തിൻ്റെയും പ്രലോഭനങ്ങളുടെയും ഒരു മേഖലയിലേക്ക് ഈശോയെ തന്നെ കർത്താവ് ദൈവപിതാവ് നയിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലും അതേ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാലും സഹനത്തിൻ്റെ മേഖലകൾ, അത് മറ്റുള്ളവരിൽ നിന്നാകാം, നമ്മുടെ ജീവിതത്തിൻ്റെ രോഗങ്ങളാകാം, നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പ്രവണതകളോട് മല്ലടിക്കുമ്പോഴുള്ള ജഡിക പ്രവണതകൾ, അഹങ്കാരം, സ്വാർത്ഥചിന്ത, ജഡികമായ സ്വഭാവങ്ങൾ, ലൈംഗികമായ തഴക്കദോഷങ്ങൾ, അങ്ങനെയുള്ള ഇതിനോട് പോരാടുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളാകാം. അപ്പോൾ അതിലേക്ക് ദൈവം നമ്മെ നയിക്കും. പരിശുദ്ധാത്മാവും നിറഞ്ഞ് കൃപ നിറഞ്ഞാലും ദൈവം ആ സഹനങ്ങളിലേക്ക് നമ്മെ നയിക്കും. അത് ബോധപൂർവം നമ്മൾ അതിൽ നിന്ന് ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി, പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് നമ്മൾ മരിച്ചു എന്ന് നമ്മൾ വിശ്വാസം കൊണ്ട് ഏറ്റു പറഞ്ഞാലും ഒരു ദിവസം കൊണ്ടത് മരിക്കത്തില്ല. ആ വിശ്വാസത്തിൽ വളരുന്നതനുസരിച്ച് ഇത് മരിക്കാനുള്ള കൃപ, പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് ലഭിക്കും. അങ്ങനെ പാപപ്രവണതകളിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മളിന്ന് ചിന്തിച്ച വിഷയം സ്വർഗരാജ്യത്തിന് താക്കോലുകൾ. തീർച്ചയായിട്ടും അതിൽ പത്രോസിന് കൊടുത്ത അധികാരവും ആ സഭയിലേക്ക് വരുമ്പോഴുള്ള സ്വർഗരാജ്യത്തിന് തുറവിയുമാണ്. മറ്റൊരു ആന്തരിക അർത്ഥമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്വർഗരാജ്യത്തിന് താക്കോലുകൾ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരാൻ അവിടുന്ന് സന്മനസ്സായല്ലോ. ആ സ്വർഗരാജ്യത്തിന് താക്കോലുകൾ നമുക്ക് തരുമ്പോൾ, വിശ്വാസത്തിലൊക്കെ വളരുമ്പോൾ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് അനാവരണം ചെയ്ത് കിട്ടും. അതുകൊണ്ടാണല്ലോ ഒന്നും ഒളിക്കപ്പെട്ടിട്ടില്ല, രഹസ്യമായിട്ടിരിക്കുന്ന ഒന്നുമില്ല, എല്ലാം വെളിച്ചത്ത് വരും. വിശ്വാസത്തിൽ വളർന്ന ഒരുവന്, വചനമനുസരിച്ചൊരു ജീവിക്കുന്ന ഒരുവന് എല്ലാം കർത്താവ് തുറന്ന് സ്വർഗത്തിൻ്റെ കലവറ അങ്ങ് തുറന്നു കൊടുക്കും. ആ ഒരു ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് സ്വർഗരാജ്യത്തിലേക്കുള്ള ഓരോരോ പടികൾ, താക്കോലുകളാണെന്നുള്ള ചിന്ത കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.